ഓക്കെ പിള്ളേർ പറഞ്ഞേ. തബി അല്ലെങ്കിൽ താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ് കുട്ടികളെ? ഏതാ പറഞ്ഞ നമ്മള്? സൂററ്റാണല്ലേ? സൂററ്റാണ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണ്. ശരി, ഇനി ഒരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഡൗട്ട് ഇത്രയാണ്. അതായത് നിങ്ങൾ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് കേട്ടിട്ടുണ്ടോ? ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്താണ്? ട്രെയിൻ ടു പാകിസ്ഥാൻ ഖുഷ്വന്ത് സിംഗിന്റെ ആണോ പമേല റോക്സിന്റെ ആണോ? എന്താണ്, ആരുടേതാണ് ഈ ട്രെയിൻ ടു പാകിസ്ഥാൻ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ എഴുതിയത് ആര് എന്ന് കേട്ടാൽ, നോവൽ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബുക്ക് എഴുതിയത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ആരാണ് കുട്ടികളെ? അത് ഖുഷ്വന്ത് സിംഗ് ആണ് കേട്ടോ. അത് ഖുഷ്വന്ത് സിംഗ് ആണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവല് അല്ലെങ്കിൽ പുസ്തകം എഴുതിയായിരുന്ന ഖുഷ്വന്ത് സിംഗും ആ നോവലിനെ ആസ്പദമാക്കിയിട്ട് ഏതെഴുതിയത്? അല്ല, സിനിമ സംവിധാനം ചെയ്തത്. ആ നോവലിനെ ആസ്പദമാക്കിയിട്ട് സിനിമ സംവിധാനം ചെയ്തത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അതാണ് പമേല റൂക്സ്. ആരാണ്? പമേല റൂക്സ് കേട്ടാ. പമേല റൂക്സ് മനസ്സിലായ? ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ ഖുഷ്വന്ത് സിംഗും ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമ സംവിധാനം ചെയ്ത വ്യക്തിയാണ് ആര്? പമേല റൂക്സ്. അപ്പൊ രണ്ടുപേരും ബുക്കല്ല എഴുതിയിരിക്കുന്നത്. ഖുഷ്വന്ത് സിംഗ് ആണ് ബുക്ക്, പമേല റോക്സിന്റെ സിനിമയാണ്. മനസ്സിലായി? ഓക്കെ, ക്ലിയർ ആണ്. ഇനി അതുപോലെ തന്നെ ഈ ഗാന്ധി സിനിമ സംവിധാനം ചെയ്തതാരാ? ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് റിച്ചാർഡ് ആറ്റൻബെറോ ആണ് അല്ലേ? റിച്ചാർഡ് ആറ്റൻബെറോ ആണ് ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത്. റിച്ചാർഡ് ആറ്റൻബെറോ ആണ് ഗാന്ധി സിനിമ. ഓക്കെ, എന്നാൽ നമ്മുടെ ശ്യാം ബെനഗലിന്റെ ഒരു സിനിമയുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് മരിച്ചുപോയ സംവിധായകൻ ശ്യാം ബെനഗലിന്റെ സിനിമയുണ്ട്. ശ്യാം ബെനഗലിന്റെ സിനിമ ഏതെന്ന് ഇട്ട് കഴിഞ്ഞാൽ മേക്കിംഗ് ഓഫ് മഹാത്മയാണ് കേട്ടോ. മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത വ്യക്തിയാണ് ആര്? ശ്യാം ബെനഗൽ. ഓക്കെ, അപ്പം ഗാന്ധി സിനിമയല്ല ശ്യാം ബെനഗൽ. ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് റിച്ചാർഡ് ആറ്റൻബെറോ ആണ്. എന്നാൽ മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമ സംവിധാനം ചെയ്ത വ്യക്തിയാണ് ആര് കുട്ടികളെ? ശ്യാം ബെനഗൽ. ഓക്കെ, ഈ ഗാന്ധി സിനിമ ഏത് വർഷമാണ്? ഗാന്ധി സിനിമ 1982-ലാണ്. ഗാന്ധി സിനിമ 1982-ലാണ്. ഓക്കെ, നിങ്ങൾ ഭാനു അത്തയ്യ എന്ന് കേട്ടിട്ടുണ്ടോ? ആരാണ് ഭാനു അത്തയ്യ ആരാണ് കുട്ടികളെ? ഭാനു അത്തയ്യ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഓസ്കാർ ലഭിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്കാർ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തിയാണ് ആര് കുട്ടികളെ? ഭാനു അത്തയ്യ. ഓസ്കാർ ലഭിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് ആര്? ഭാനു അത്തയ്യ. ഓക്കെ, ഏത് സിനിമയ്ക്ക് ലഭിച്ചത്? ഗാന്ധി സിനിമയ്ക്കാണ് ഓസ്കാർ ലഭിച്ചത്. 1983 ഓസ്കാർ ലഭിച്ചു. 1983 ഭാനു അത്തയ്യക്ക് ഓസ്കാർ എന്ത് ചെയ്തത്? ലഭിച്ചത്. മനസ്സിലായോ? വീഡിയോ ഉണ്ടോ? വീഡിയോ ഉണ്ടല്ലോ. സെക്കൻഡേ. ഭാനു അത്തയ്യക്ക് വസ്ത്രാലങ്കാരം കേട്ടോ. ഓക്കെ, ഭാനു അത്തയ്യ വസ്ത്രാലങ്കാരമാണ്. ഓസ്കാർ ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ്, ഇന്ത്യൻ വ്യക്തിയാണ് ഭാനു അത്തയ്യ. 1983 ഗാന്ധി സിനിമയ്ക്കാണ് ഓസ്കാർ ലഭിച്ചത്. ഓക്കെ, ഈ ഗാന്ധി സിനിമയ്ക്ക് എത്ര ഓസ്കാർ ലഭിച്ചെന്നറിയോ? ഗാന്ധി സിനിമയ്ക്ക് ലഭിച്ച ഓസ്കാറുകളുടെ എണ്ണം 8 ആണ്. ഗാന്ധി സിനിമയ്ക്ക് 8 ഓസ്കാറാണ് ലഭിച്ചത് കേട്ടോ. ഈ ഓസ്കാർ ലഭിക്കുന്ന ആദ്യത്തെ മലയാളി ആരാ? കുട്ടികളെ? ഓസ്കാർ ലഭിക്കുന്ന ആദ്യത്തെ മലയാളി റസൂൽ പൂക്കുട്ടിയാണ് കേട്ടോ. റസൂൽ പൂക്കുട്ടിയാണ് ഓസ്കാർ ലഭിക്കുന്ന ആദ്യത്തെ മലയാളി. റസൂൽ പൂക്കുട്ടിക്കാണ് ഓസ്കാർ ആദ്യമായി ലഭിക്കുന്ന മലയാളി. ഓക്കെ,
അദ്ദേഹത്തിന് ഏത് സിനിമയ്ക്കാണ് ലഭിച്ചത്? അദ്ദേഹത്തിന് സ്ലം ഡോഗ് മില്ലിയനർ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ലഭിച്ചത്. സ്ലം ഡോഗ് മില്ലിയനർ എന്ന സിനിമയ്ക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അല്ലേ? ഏത് വർഷമാണ് ലഭിച്ചതെന്ന് അറിയാം റസൂൽ പൂക്കുട്ടിക്ക് ലഭിച്ചത്? റസൂൽ പൂക്കുട്ടി ലഭിച്ച വർഷം അറിയാം നിങ്ങൾക്ക്? റസൂൽ പൂക്കുട്ടിക്ക് സ്ലം ഡോഗ് മില്ലിയനർ എന്ന സിനിമയ്ക്ക് 2009 റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കാർ ലഭിച്ചത്. സ്ലം ഡോഗ് മില്ലിയനർ എന്ന സിനിമ 2008 സിനിമയാണ്. 2009 അദ്ദേഹത്തിന് ഓസ്കാർ ലഭിച്ചത്. ആ സിനിമയിൽ അദ്ദേഹത്തിന് മാത്രമല്ല ഓസ്കാർ ലഭിച്ചത്. അദ്ദേഹത്തോടൊപ്പം ഓസ്കാർ ലഭിച്ച വേറൊരു വ്യക്തിയോടെ ഉണ്ട്. ആരാണ്? AR റഹ്മാൻ അല്ലേ? AR റഹ്മാൻ മ്യൂസിക്കിന്, പശ്ചാത്തല സംഗീതത്തിന് AR റഹ്മാനും എന്ത് ചെയ്തു? മ്യൂസിക്കിന് അല്ലെങ്കിൽ പശ്ചാത്തല സംഗീതത്തിന് AR റഹ്മാനും ഓസ്കാർ ലഭിച്ചു ആ സിനിമയ്ക്ക്. ക്ലിയർ ആണല്ലോ? ശരി, ഇനി ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ സിനിമ ഏത് ഭാഷയിലാണ്? ഇത് ഇന്ത്യൻ സിനിമയാണോ? സ്ലം ഡോഗ് മില്ലിയനർ ഇന്ത്യൻ സിനിമയാണോ? അല്ല, സ്ലം ഡോഗ് മില്ലിയനർ എന്ന് പറഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് സിനിമയാണ് കേട്ടോ. സ്ലം ഡോഗ് മില്ലിയനർ ഒരു ബ്രിട്ടീഷ് സിനിമയാണ്. അതായത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒരു ബ്രിട്ടീഷ് സിനിമയാണ് ഏത്? സ്ലം ഡോഗ് മില്ലിയനർ. ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒരു ബ്രിട്ടീഷ് സിനിമയാണ് സ്ലം ഡോഗ് മില്ലിയനർ. ഓക്കെ ആണല്ലോ? എന്നാൽ ഓസ്കാർ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമ ഏതാണ്? ഓസ്കാർ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമ ഏതാ കുട്ടികളെ? ഓസ്കാർ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമ ഏതാണ്? ഓസ്കാർ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണ് RRR. SS രാജമൗലിയുടെ RRR ആണ് ഓസ്കാർ ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമ. SS രാജമൗലിയുടെ RRR ആണ്. RRR ആണ് ലഭിക്കുന്നത്. ഓക്കെ, ഏത് മേഖലയ്ക്കാണ് ലഭിച്ചത് പിള്ളേരെ? ഒറിജിനൽ സോങ് വിഭാഗത്തിനാണ് അല്ലെ? ഒറിജിനൽ സോങ് വിഭാഗത്തിനാണ് ഓസ്കാർ ലഭിച്ചത് അല്ലെ? ഒറിജിനൽ സോങ് വിഭാഗത്തിനാണ് ഓസ്കാർ ലഭിച്ചത്. എത്രാമത്തെ ഓസ്കാറാണ് ലഭിച്ചത് RRRന്? എത്രാമത്തെ അക്കാഡമി അവാർഡ്സാണ് ലഭിച്ചത്? RRRന്? 95 ആണോ? 96? 94-ാമത്തെയാണ് കേട്ടോ. 94-ാമത്തെ ഓസ്കാർ അവാർഡ്സാണ് ലഭിച്ചത്. 94-ാമത്തെ ഓസ്കാർ അവാർഡാണ് ലഭിച്ചത്. ഓക്കെ, മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള അവാർഡാണ് ലഭിച്ചത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഞാൻ വേറൊരു കാര്യം ചോദിക്കുകയാണ്. ഇത് ആരാണ് ഇതിന്റെ സംഗീത സംവിധായകൻ? ആരാണ് കുട്ടികളെ? സംഗീത സംവിധായകൻ MM കീരവാണി അല്ലേ? MM കീരവാണിയാണ് സംഗീത സംവിധായകൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേൾക്കുക, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്ന നോവൽ എഴുതിയത് ഖുഷ്വന്ത് സിംഗും, എന്നാൽ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് പമേല റോക്സുമാണ്. ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് റിച്ചാർഡ് ആറ്റൻബെറോയാണ്. എന്നാൽ മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമ സംവിധാനം ചെയ്തത് ശ്യാം ബെനഗലാണ്. ഓക്കെ ആണ്. ഇനി നമ്മൾ പറഞ്ഞു ഗാന്ധി സിനിമയ്ക്ക് ലഭിച്ച ഓസ്കാറുകളുടെ എണ്ണം 8 ആണ്. ഗാന്ധി സിനിമ പുറത്തിറങ്ങിയ വർഷം 1982. ഓസ്കാർ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തിയാണ് ഭാനു അത്തയ്യ. ഗാന്ധി സിനിമയ്ക്കാണ് ഭാനു അത്തയ്യക്ക് ഓസ്കാർ അവാർഡ് ലഭിച്ചത്. വസ്ത്രാലങ്കാരത്തിനാണ് ഓസ്കാർ ലഭിച്ചത് 83-ൽ. എന്നാൽ ഓസ്കാർ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ മലയാളിയാണ് റസൂൽ പൂക്കുട്ടി. സ്ലം ഡോഗ് മില്ലിയനർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശബ്ദ മിശ്രണത്തിന്, സൗണ്ട് മിക്സിങ്ങിനാണ് റസൂൽ പൂക്കുട്ടിക്ക് 2009 ഓസ്കാർ അവാർഡ് ലഭിച്ചത്. ഓക്കെ, ഈ റസൂൽ പൂക്കുട്ടി ഏത് പ്രദേശത്ത് അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് അദ്ദേഹം ജീവിക്കുന്നത്? അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ചോദിച്ചിട്ടുണ്ട്. കൊല്ലം അഞ്ചലാണ് റസൂൽ പൂക്കുട്ടിയുടെ സ്ഥലം കേട്ടോ. കൊല്ലം 5-ലാണ് റസൂൽ പൂക്കുട്ടിയുടെ സ്ഥലം. ഓക്കെ, സ്ലം ഡോഗ് മില്ലിയനർ ഇന്ത്യൻ സിനിമയല്ല, അതൊരു ബ്രിട്ടീഷ് സിനിമയാണ്. ഗാന്ധി ഇന്ത്യൻ സിനിമയാണോ? ഗാന്ധിയും ഇംഗ്ലീഷ് സിനിമയാണ്. ഗാന്ധി ഇംഗ്ലീഷ് സിനിമയാണ് കേട്ടോ. ഓസ്കാർ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണ് RRR. SS രാജമൗലിയുടെ RRR. ഒറിജിനൽ സോങ് വിഭാഗത്തിന് 94-ാമത് അക്കാഡമി അവാർഡ്സ് അല്ലെങ്കിൽ 94-ാമത് ഓസ്കാറാണ് ലഭിക്കുന്നത്. MM കീരവാണിയാണ് അതിന്റെ സോങ്. നിങ്ങൾക്ക് അറിയാം, നാട്ടു എന്നുള്ള സോങ്ങിനാണ് കേട്ടോ. MM കീരവാണിയാണ് അതിന്റെ സംഗീത സംവിധായകൻ. കേട്ടോ. ഓക്കെ അല്ലേ? ആരാണ് ഗാനരചന ആരാണ്? ഗാനരചന കാലഭൈരവയല്ല. പാട്ട് പാടിയത് കാലഭൈരവയാണ്. ചന്ദ്രബോസാണ് ഗാനരചന.
കേട്ടോ. നാട്ടു എന്ന ഗാനം എഴുതിയത് ചന്ദ്രബോസാണ്. പാടിയത് കാലഭൈരവ കേട്ടോ. പാടിയത് കാലഭൈരവയാണ് കേട്ടോ. കാലഭൈരവയും രാഹുൽ ഒരു പേരുണ്ട്, രാഹുൽ എന്ന് പറയുന്ന പേരും, രണ്ടുപേര് ചേർന്നിട്ടാണ് പാടിയിരിക്കുന്നത്. ആ പാട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ പാട്ട് കണ്ടു. അതിൽ നമ്മുടെ രണ്ടുപേര്, അതായത് നമ്മുടെ ജൂനിയർ NTRഉം ഇദ്ദേഹവും രാംചരൺ. അപ്പം അവർ രണ്ടുപേരും ചേർന്ന് ഡാൻസ് കളിക്കുന്ന പാട്ടാണ്. അപ്പം ഒരാൾ കാലഭൈരവയാണ് പാടിയിരിക്കുന്നത്, മറ്റൊരാളുടെ പേര് രാഹുൽ, അങ്ങനെ ഒരു പേരാണ്. ഒരു പിന്നെ അന്വേഷിച്ചിട്ട് വല്ലാത്തൊരു പേരാണ്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പെട്ടെന്ന്. ഓക്കെ, അങ്ങനെ കിട്ടിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത്. രാഹുൽ അങ്ങനെ എന്താണ് പേര് കേട്ടോ ആളുടെ. ഓക്കെ, ശരി. പിള്ളേർ അടുത്ത് നോക്കിയേ. രാഹുൽ ചിപ്ലുങ്കർ എന്നാണ്. ഓക്കെ, രാഹുൽ സ്പിലിഗുഞ്ച സമ്മതിക്കൂല, ഞാൻ നോക്കട്ടെ. ചിപ്ലുങ്കർ മറ്റേ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ, നിബന്ധമാല, അതിന്റെ ചിപ്ലുങ്കറാണ്. നാട്ടു സോങ് ഇപ്പൊ പറഞ്ഞുതരാം. രാഹുൽ സ്പിലിഗുഞ്ച് ചേട്ടാ, രാഹുൽ സ്പിലിഗുഞ്ച്. എന്തിന്റെ കുഞ്ചാണ്? രാഹുൽ സ്പിലിഗുഞ്ച് ചേട്ടാ, രാഹുൽ സ്പിലിഗുഞ്ച്. ഓക്കെ, രാഹുൽ സ്പിലിഗുഞ്ചാണ്, രാഹുൽ സ്പിലിഗുഞ്ച്. ഓക്കെ, രാഹുൽ സ്പിലിഗുഞ്ചാണ്, രാഹുൽ സ്പിലിഗുഞ്ച്. ഓക്കെ അല്ലടാ? ശരി, അപ്പം അത് മനസ്സിലായി. അപ്പം മറക്കണ്ട, ഖുഷ്വന്ത് സിംഗിൻ്റെതാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവൽ കേട്ടോ. പാസേജ് ടു ഇന്ത്യ നിങ്ങൾക്ക് ചോദിക്കുന്ന ഒന്നാണ്. പാസേജ് ടു ഇന്ത്യ എഴുതിയതാരാ? പാസേജ് ടു ഇന്ത്യ എഴുതിയതാരാ? പാസേജ് ടു ഇന്ത്യ എഴുതിയതാരാ? പാസേജ് ടു ഇന്ത്യ എന്ന കൃതി എഴുതിയതാരാ? പാസേജ് ടു ഇന്ത്യ എന്ന കൃതി. പാസേജ് ടു ഇന്ത്യ എന്ന കൃതി എഴുതിയത് EM ഫ്രോസ്റ്റർ ആണ്. EM ഫ്രോസ്റ്റർ ആണ് പാസേജ് ടു ഇന്ത്യ എന്ന കൃതി എഴുതിയത്. പാസേജ് ടു ഇന്ത്യ എന്ന കൃതി എഴുതിയത് EM ഫ്രോസ്റ്ററും. എന്നാൽ പാസേജ് ടു ഇംഗ്ലണ്ട് എന്ന കൃതി എഴുതിയത് ആരാണ് പിള്ളേരെ? പാസേജ് ടു ഇംഗ്ലണ്ട് എന്ന കൃതി എഴുതിയത് ആരാ? പാസേജ് ടു ഇംഗ്ലണ്ട് എന്ന കൃതി എഴുതിയത് ആരാ? അറിയോ? പാസേജ് ടു ഇംഗ്ലണ്ട് എന്ന കൃതി എഴുതിയത് നിരാദ് സി ചൗധരിയാണ് കേട്ടോ. നിരാദ് സി ചൗധരിയാണ്. പാസേജ് ടു ഇംഗ്ലണ്ട് എന്ന കൃതി എഴുതിയത് ആരാ കുട്ടികളെ? നിരാദ് സി ചൗധരിയാണ്. പാസേജ് ടു ഇംഗ്ലണ്ട് എന്ന കൃതി എഴുതിയത്. പാസേജ് ടു ഇന്ത്യ EM ഫ്രോസ്റ്ററും, പാസേജ് ടു ഇംഗ്ലണ്ട് എന്ന കൃതി എഴുതിയത് നിരാദ് സി ചൗധരിയുമാണ് കേട്ടോ. ഓക്കെ, ഇന്ത്യ ഡിവൈഡഡ് എന്ന കൃതി എഴുതിയത് ആരാ? ഇന്ത്യ ഡിവൈഡഡ് എന്ന കൃതി എഴുതിയത് ആരാ കുട്ടികളെ? ഇന്ത്യ ഡിവൈഡഡ് എന്ന കൃതി എഴുതിയത് രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യ ഡിവൈഡഡ് എന്ന കൃതി എഴുതിയത് രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, ഡിസ്കവറി ഓഫ് ഇന്ത്യയെ കണ്ടെത്തൽ. ഡിസ്കവറി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയെ കണ്ടെത്തൽ ആരാ? ഡിസ്കവറി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റു ആണ്. ഡിസ്കവറി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഇന്ത്യ വിൻസ് ഫ്രീഡം എഴുതിയത് ആരാ? ഇന്ത്യ വിൻസ് ഫ്രീഡം എഴുതിയത് മൗലാന അബുൽ കലാം ആസാദ് ആണ് അല്ലേ? മൗലാന അബുൽ കലാം ആസാദ് ആണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എഴുതിയത്. മൗലാന അബുൽ കലാം ആസാദ് ആണ്. ഓക്കെ, ഇന്ത്യ 2020 എഴുതിയത് ആരാ? ഇന്ത്യ 2020 എഴുതിയത് ആരാ പിള്ളേരെ? ഇന്ത്യ 2020 എഴുതിയത് APJ അബ്ദുൽ കലാം. ഇന്ത്യ 2020 എഴുതിയത് APJ അബ്ദുൽ കലാം അല്ലേ? ഇന്ത്യ 2020 എഴുതിയത് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥ എന്താ? വിങ്സ് ഓഫ് ഫയർ അല്ലെ? അഗ്നിച്ചിറകുകൾ. APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥ വിങ്സ് ഓഫ് ഫയർ അല്ലെങ്കിൽ അഗ്നിച്ചിറകുകൾ അല്ലെ? APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥ വിങ്സ് ഓഫ് ഫയർ അല്ലെങ്കിൽ അഗ്നിച്ചിറകുകളാണ്. ഓക്കെ, ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകം എഴുതിയത് ആരാ? ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകം എഴുതിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ പുസ്തകമാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ അല്ലെ? സുഭാഷ് ചന്ദ്രബോസിന്റെ പുസ്തകമാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകം എഴുതിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ,
സോ ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടിരിക്കണേ വളരെ. ഓക്കെ, പാസേജ് ടു ഇന്ത്യ എന്ന കൃതി എഴുതിയത് E.M. ഫ്രോസ്റ്റർ ആണ്. പാസേജ് ടു ഇന്ത്യ എന്ന കൃതി എഴുതിയത് E.M. ഫ്രോസ്റ്റർ ആണ്. പാസേജ് ടു ഇംഗ്ലണ്ട് എന്ന കൃതി എഴുതിയത് നിരാദ് സി ചൗധരിയുടെ. പാസേജ് ടു ഇംഗ്ലണ്ട് എന്ന കൃതി എഴുതിയത് നിരാദ് സി ചൗധരിയാണ്. ഇന്ത്യ ഡിവൈഡഡ് എന്ന കൃതി എഴുതിയത് രാജേന്ദ്ര പ്രസാദ് ആണ്. ഡിസ്കവറി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഡിസ്കവറി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന കൃതി എഴുതിയത് മൗലാന അബുൽ കലാം ആസാദ് ആണ്. ഓക്കെ, ഇന്ത്യ 2020 എന്ന കൃതി എഴുതിയത് APJ അബ്ദുൽ കലാം ആണ്. ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതി എഴുതിയത് ഇന്ത്യൻ സമരം എന്ന കൃതി എഴുതിയത് ആരാ കുട്ടികളെ? സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ. ദ ആർഗുമെന്റേറ്റീവ് ഇന്ത്യൻ അല്ലെങ്കിൽ താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം എഴുതിയ ആരാ? ദ ആർഗുമെന്റേറ്റീവ് ഇന്ത്യൻ അല്ലെങ്കിൽ താർക്കികരായ ഇന്ത്യക്കാർ. ദ ആർഗുമെന്റേറ്റീവ് ഇന്ത്യൻ അല്ലെങ്കിൽ താർക്കികരായ ഇന്ത്യക്കാരൻ എന്ന പുസ്തകം എഴുതിയ ആരാ? ദ ആർഗുമെന്റേറ്റീവ് ഇന്ത്യൻ അമർത്യ സെൻ. ആരാ കുട്ടികളെ? അമർത്യ സെൻ ആണ്. ദ ആർഗുമെന്റേറ്റീവ് ഇന്ത്യൻ എന്ന പുസ്തകം എഴുതിയത് അമർത്യ സെൻ ആണ്. ദ ആർഗുമെന്റേറ്റീവ് ഇന്ത്യൻ എന്ന പുസ്തകം എഴുതിയ ആരാ കുട്ടികളെ? അമർത്യ സെൻ ആണ്. മനസ്സിലായോ? അടുത്ത് ഇന്ത്യ ദ എമർജിംഗ് ജൈന്റ്. ദ എമർജിംഗ് ജൈന്റ്. ഇന്ത്യ ദ എമർജിംഗ് ജൈന്റ് എന്ന പുസ്തകം എഴുതിയ ആരാ? കറക്റ്റ് ആണ്, അരവിന്ദ് പനഗരിയ. പ്രീവിയസ് ചോദ്യമാണ്. അരവിന്ദ് പനഗരിയ. ഇന്ത്യ ദ എമർജിംഗ് ജൈന്റ് എന്ന പുസ്തകം എഴുതിയ ആരാണ് കുട്ടികളെ? അതാരാണ്? അരവിന്ദ് പനഗരിയാണ്. ഓക്കെ അല്ലേ? ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയ ആരാണ്? ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയ ആരാണ്? ഇൻക്രെഡിബിൾ ഇന്ത്യ 2.0 എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് അമിതാഭ് കാന്ത് ആണ്. ആരാണ് കുട്ടികളെ? അമിതാഭ് കാന്ത് ആണ്. ഇൻക്രെഡിബിൾ ഇന്ത്യ 2.0 എന്ന കൃതി എഴുതിയിരിക്കുന്ന ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ആരാ കുട്ടികളെ? അമിതാഭ് കാന്ത് ആണ്. ഓക്കെ അല്ലേ? ബ്രാൻഡിങ് ഇന്ത്യ എന്ന കൃതി എഴുതിയിരിക്കുന്ന ആരാണ്? ബ്രാൻഡിങ് ഇന്ത്യ എന്ന കൃതി എഴുതിയിരിക്കുന്ന ആരാണ്? ബ്രാൻഡിങ് ഇന്ത്യ എന്ന കൃതി എഴുതിയിരിക്കുന്ന ആരാ കുട്ടികളെ? ബ്രാൻഡിങ് ഇന്ത്യ എന്ന കൃതി എഴുതിയിരിക്കുന്നതും അമിതാഭ് കാന്ത് ആണ് കേട്ടോ. ബ്രാൻഡിങ് ഇന്ത്യ എന്ന കൃതി എഴുതിയിരിക്കുന്നതും അമിതാഭ് കാന്ത് ആണ്. ആരാണ് കുട്ടികളെ? അമിതാഭ് കാന്ത് ആണ്. ഓക്കെ അല്ലേ? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പറയണോ? ഫുള്ള് ഒന്നുകൂടെ പറയാം. ഓക്കെ, ഒന്നുകൂടെ പറയാം. ശ്രദ്ധിച്ച് കേട്ടിരിക്കേ. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടിരിക്കേ. പാസേജ് ടു ഇന്ത്യ E.M. ഫ്രോസ്റ്റർ. പാസേജ് ടു ഇംഗ്ലണ്ട് നിരാദ് സി ചൗധരി. ഇന്ത്യ ഡിവൈഡഡ് രാജേന്ദ്ര പ്രസാദ്. ഡിസ്കവറി ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു. ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാന അബുൽ കലാം ആസാദ് ആണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇദ്ദേഹത്തിന്റെ തൂലികാ നാമം ചോദിച്ചിട്ടുണ്ട്. മൗലാന അബുൽ കലാം ആസാദിന്റെ തൂലികാ നാമം എന്താണ്? അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ് ആസാദ് കേട്ടോ. മൗലാന അബുൽ കലാം ആസാദിന്റെ തൂലികാ നാമം ആസാദ് എന്നാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത് ഇന്ത്യ 2020 APJ അബ്ദുൽ കലാം കേട്ടോ. ഇന്ത്യ 2020 APJ അബ്ദുൽ കലാം ആണ്. ദ ഇന്ത്യൻ സ്ട്രഗിൾ സുഭാഷ് ചന്ദ്രബോസ്. പഠിക്കുക. താർക്കികരായ ഇന്ത്യക്കാർ അല്ലെങ്കിൽ ആർഗുമെന്റേറ്റീവ് ഇന്ത്യൻ അമർത്യ സെൻ. ഇന്ത്യ ദ എമർജിംഗ് ജൈന്റ് എന്ന പുസ്തകം എഴുതിയത് അരവിന്ദ് പനഗരിയ.
ഇൻക്രെഡിബിൾ ഇന്ത്യ 2.0 എന്ന പുസ്തകം എഴുതിയത് അമിതാഭ് കാന്ത്. ബ്രാൻഡിങ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയതും ആരാ കുട്ടികളെ? ബ്രാൻഡിങ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയതും ആരാണ്? അമിതാഭ് കാന്താണ് ബ്രാൻഡിങ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ശരി, ഇനി നമുക്ക് കുറച്ച് നദീതീര പട്ടണങ്ങളിലേക്ക് വരാം. നമ്മൾ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, നദീതീര പട്ടണങ്ങൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ? പറ. പനാജി ഏത് നദീതീരത്താണ്? പനാജി നമുക്കറിയാം, പനാജി ഗോവയിലാണ്. ഏത് നദീതീരത്താ പിള്ളേരെ? പനാജി മണ്ഡോവി നദീതീരത്താണ് അല്ലേ? മണ്ഡോവി നദീതീരം. പനാജി മണ്ഡോവി നദീതീരത്താണ് അല്ലേ? പനാജി മണ്ഡോവി നദീതീരത്താണ്. മണ്ഡോവി. ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. രാജമുന്ദ്രി പറ. രാജമുന്ദ്രി ഏത് നദീതീരത്താണ്? രാജമുന്ദ്രി ഗോദാവരി നദീതീരത്താണ്. രാജമുന്ദ്രി ഏത് സംസ്ഥാനത്താണ്? രാജമുന്ദ്രി ആന്ധ്രാപ്രദേശ് ആണല്ലേ? ആന്ധ്രാപ്രദേശ്. ഈ രാജമുന്ദ്രിയിൽ ഒരു സംഭവമുണ്ട്. എന്താ രാജമുന്ദ്രി? ഒരു ഗവേഷണ സ്ഥാപനമുണ്ട്. ഏതാണ് രാജമുന്ദ്രിയുള്ള ഗവേഷണ സ്ഥാപനം? ഏതാ പിള്ളേരെ? പുകയില ഗവേഷണ കേന്ദ്രം അല്ലേ? പുകയില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് രാജമുന്ദ്രിയിലാണ്. പുകയില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണ്? അപ്പൊ രാജമുന്ദ്രി ഗോദാവരി നദീതീരത്താണ്. ഈ രാജമുന്ദ്രിയിലാണ് പുകയില ഗവേഷണ കേന്ദ്രം, ദേശീയ പുകയില ഗവേഷണ ടൊബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ വിജയവാഡ പറഞ്ഞേ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിജയവാഡ പറ. വിജയിച്ച് വാട എന്ന് അർജുനന്റെ അടുത്ത് പറഞ്ഞത് കൃഷ്ണനല്ലേ? അപ്പൊ കൃഷ്ണ വിജയവാഡ കൃഷ്ണയാണേ. ഓക്കെ, ഹൈദരാബാദ് പറഞ്ഞേടാ. ഹൈദരാബാദും ചോദിക്കുന്നതാണ്. മുസി. ഓക്കെ, മുസി. ഹൈദരാബാദ് മുസി കേട്ടാ. കോൾ വിളിച്ചോ. ഹൈദരാബാദ് മുസി. ഹൈദരാബാദ് ഏത് സംസ്ഥാനത്താ? ഹൈദരാബാദ് തെലങ്കാനയിലാണ്. ഏത് നദീതീരത്തെന്ന് കേട്ടാൽ മുസി നദീതീരത്താണ്. ഹൈദരാബാദ് തെലങ്കാനയിലാണ്. മുസി നദീതീരത്താണ്. ഓക്കെ. കട്ടക്ക് പറ. കട്ടക്ക് ഒഡീഷ ഏത് നദീതീരം? കട്ടക്ക് ഏത് നദീതീരത്താണ്? കട്ടക്ക് മഹാനദിയുടെ തീരത്താണ് കട്ടക്ക് അല്ലേ? മഹാനദിയുടെ തീരത്താണ് കട്ടക്ക് അല്ലേ? ഈ കട്ടക്കിലൊരു ഗവേഷണ സ്ഥാപനമുണ്ട്. ഏതാണ് കട്ടക്കിലുള്ള ഗവേഷണ സ്ഥാപനം? ഏതാണ് പിള്ളേർ? ദേശീയ നെല്ല് ഗവേഷണ കേന്ദ്രം അല്ലേ? കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കട്ടക്കിലാണ് അല്ലേ? കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കട്ടക്കിലാണ്. അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം മനില, ഫിലിപ്പീൻസ് ആണല്ലേ? അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം മനില, ഫിലിപ്പീൻസ് ആണ്. കേരളത്തിൽ എവിടെയൊക്കെയാണ് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളുള്ളത്? കേരളത്തിൽ എവിടെയൊക്കെയുണ്ട് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ? കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ പട്ടാമ്പി, പാലക്കാട് അല്ലേ? പട്ടാമ്പി, പാലക്കാട്. മങ്കൊമ്പ് ആലപ്പുഴ. കായംകുളം ആലപ്പുഴ. വൈറ്റില എറണാകുളം. ഓക്കെ, അപ്പൊ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാൽ പട്ടാമ്പി, പാലക്കാട്. രണ്ടാമത്തെ ഏതാ? മങ്കൊമ്പ് ആലപ്പുഴ. കായംകുളം ആലപ്പുഴ. പിന്നെ പറഞ്ഞ ഏതാ കുട്ടികളെ? വൈറ്റില എറണാകുളം അല്ലേ? വൈറ്റില എറണാകുളം. ഇതൊക്കെയാണ് കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ. പിന്നെ നമ്മൾ പറഞ്ഞു കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്ക് ഒഡീഷ. അതുപോലെ തന്നെ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം മനില, ഫിലിപ്പീൻസ് അല്ലേ? അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം മനില, ഫിലിപ്പീൻസ്. ഈ മനില, ഫിലിപ്പീൻസ് ആൻസർ ആയിട്ട് വരുന്ന വേറെ ചോദ്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മനില, ഫിലിപ്പീൻസ് ആൻസർ ആയിട്ട് വരുന്ന വേറെ ചോദ്യം ഏത് ബാങ്ക്? ADB അല്ലേ? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം അല്ലേ? മനില, ഫിലിപ്പീൻസ് ആണ്.
ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെ പിള്ളേരെ? ഏഷ്യൻ ഡെവലപ്മെന്റ് ADB, അതിന് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മനില, ഫിലിപ്പീൻസിലാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനില, ഫിലിപ്പീൻസിൽ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനില, ഫിലിപ്പീൻസ് ആണ്. ഓക്കെ അല്ലേ? MS സ്വാമിനാഥന്റെ പേരിൽ അറിയപ്പെടുന്ന നെല്ല് ഗവേഷണ കേന്ദ്രം ഏതാണ്? MS സ്വാമിനാഥന്റെ പേരിൽ അറിയപ്പെടുന്ന നെല്ല് ഗവേഷണ കേന്ദ്രം മങ്കൊമ്പാണ്. മങ്കൊമ്പാണ് MS സ്വാമിനാഥന്റെ പേരിൽ അറിയപ്പെടുന്ന നെല്ല് ഗവേഷണ കേന്ദ്രം മങ്കൊമ്പ്, ആലപ്പുഴ. MS സ്വാമിനാഥന്റെ പേരിൽ അറിയപ്പെടുന്ന നെല്ല് ഗവേഷണ കേന്ദ്രം മങ്കൊമ്പ്, ആലപ്പുഴ. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. നെല്ല് എല്ലാം കിട്ടിയല്ലോ? എല്ലാ പോയിന്റും കിട്ടിയല്ലോ? കിട്ടി. ഓക്കെ, കൊള്ളാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ കട്ടക്ക് പറഞ്ഞു. കട്ടക്ക് മഹാനദി തീരത്താണ്. ഓക്കെ. എങ്കിൽ നിങ്ങൾ പറയടാ, ജംഷഡ്പൂര് നമ്മുടെ സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന ജംഷഡ്പൂർ ഏത് നദീതീരത്താണ്? ജംഷഡ്പൂർ സ്ഥിതി ചെയ്യുന്നത് സുബർണരേഖ നദീതീരത്താണ്. സുബർണരേഖ നദീതീരത്താണ് ജംഷഡ്പൂർ സ്ഥിതി ചെയ്യുന്നത്. ജംഷഡ്പൂർ നമ്മുടെ ജാർഖണ്ഡിലെ ജംഷഡ്പൂർ സ്ഥിതി ചെയ്യുന്നത് സുബർണരേഖ നദീതീരത്താണ്. ഓക്കെ. ഇനി വെള്ളച്ചാട്ട നഗരം ഏതാ പിള്ളേരെ? വെള്ളച്ചാട്ട നഗരം റാഞ്ചിയാണ്. അല്ലേ? വെള്ളച്ചാട്ട നഗരം റാഞ്ചിയാണ്. ഈ റാഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? റാഞ്ചി സ്ഥിതി ചെയ്യുന്നതും സുബർണരേഖ നദീതീരത്താണ്. ഏത് നദീതീരത്താണ് പിള്ളേരെ? സുബർണരേഖ നദീതീരത്താണ് റാഞ്ചി സ്ഥിതി ചെയ്യുന്നത്. റാഞ്ചി. ഓക്കെ. ഇനി ഗുജറാത്തിന്റെ തലസ്ഥാനം, നമ്മൾ ഇന്നാളെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കണ്ടായിരുന്നു. ഗുജറാത്തിന്റെ തലസ്ഥാനം ഏതാ? ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധി നഗറാണ്. അല്ലെ? ഗാന്ധി നഗറാണ് ഗുജറാത്തിന്റെ തലസ്ഥാനം. ഗുജറാത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ഗാന്ധി നഗർ ഏത് നദീതീരത്താ? ഗുജറാത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ഗാന്ധി നഗർ സബർമതി തീരത്താണ്. ഗുജറാത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ഗാന്ധി നഗർ സ്ഥിതി ചെയ്യുന്നത് സബർമതി തീരത്താണ്. ഗുജറാത്ത് ഹൈക്കോടതി എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത് ഹൈക്കോടതി എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? അഹമ്മദാബാദിലാണ്. അല്ലെ? അഹമ്മദാബാദിലാണ് ഗുജറാത്ത് ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. ഈ അഹമ്മദാബാദ് ഏത് നദീതീരത്താണ്? വളരെ അഹമ്മദാബാദ് സബർമതി തീരത്താണ്. ഓക്കെ അല്ലേ? അഹമ്മദാബാദും സബർമതി തീരത്താണ് കേട്ടോ. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ ഗുജറാത്തിലെ ഈ സൂററ്റ് സംസ്ഥാനത്താ. സൂററ്റും ഗുജറാത്തിലാണ്. പക്ഷെ അതേ നദീതീരത്താണ്. താപ്തി നദീതീരത്താണ് കേട്ടോ. ഓക്കെ, മതി. ബാക്കിയൊക്കെ ഇനി ഹിമാലയൻ നദികളെ വേറെ ചോദ്യം തരാം കേട്ടോ. ഹിമാലയൻ നദികളും പട്ടണങ്ങളും വേറെ ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാം കൂടെ പഠിച്ച് പട്ടാക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, ശ്രദ്ധിച്ച് കേട്ടോണേ. പനാജി ഗോവയുടെ തലസ്ഥാനം പനാജി മണ്ഡോവി നദീതീരത്താണ്. അതുപോലെ രാജമുന്ദ്രി ഗോദാവരി. നമ്മൾ പറഞ്ഞു രാജമുന്ദ്രിയിൽ ഒരു സ്ഥാപനമുണ്ട്. ഏത് സ്ഥാപനമാവുള്ളേ? രാജമുന്ദ്രിയിൽ പുകയില ഗവേഷണ കേന്ദ്രം രാജമുന്ദ്രി ഗോദാവരി നദീതീരത്താണ്. വിജയവാഡ ആന്ധ്രാപ്രദേശിലെ വിജയവാഡ കൃഷ്ണ നദീതീരത്ത്. ഹൈദരാബാദ് മുസി നദീതീരത്ത്. ഓക്കെ, അതുപോലെ കട്ടക്ക് ഒഡീഷ മഹാനദീതീരം. ജംഷഡ്പൂർ സുബർണരേഖ. നമ്മൾ ജംഷഡ്പൂർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അതിന്റെ വിശേഷണം എന്താണ്? സ്റ്റീൽ സിറ്റി അല്ലേ? സ്റ്റീൽ സിറ്റിയാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ നഗരം ഏതാണ്? അല്ല, അത് ചണ്ഡീഗഡ് ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ ആസൂത്രിത നഗരം ഏതെന്നിട്ടല്ല, അത് ചണ്ഡീഗഡാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ആസൂത്രിത നഗരം ചണ്ഡീഗഡാണ്. എന്നാൽ അതുപോലെ ഒരു വിശേഷണം നമ്മുടെ ജംഷഡ്പൂരിനുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ ആസൂത്രിത നഗരം ചണ്ഡീഗഡാണ്. എന്നാൽ
ആസൂത്രിത വ്യാവസായിക നഗരം അല്ലെ, ഇന്ത്യയിൽ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ ആസൂത്രിത വ്യാവസായിക നഗരം ജംഷഡ്പൂരാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം ജംഷഡ്പൂരാണ്. അത് മാത്രമല്ല, ഇന്ത്യയിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന നഗരവും ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന നഗരവും ഏതാണ് പിള്ളേരെ? ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന നഗരവും ജംഷഡ്പൂരാണ് കേട്ടോ, ജംഷഡ്പൂരാണ്. ഓക്കെ, നമ്മൾ അതുപോലെ പഠിക്കുന്നത് നമ്മുടെ ടാറ്റയുടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ടാറ്റയുടെ നമ്മൾ എന്താ പഠിക്കുന്നത്? ടിസ്കോ അല്ലെ, ടിസ്കോ സ്ഥാപിതമായതും എവിടെയാണ്? ജംഷഡ്പൂരിലാണ് അല്ലേ. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാലയായിട്ടുള്ള ടിസ്കോ സ്ഥാപിതമായത് ജംഷഡ്പൂരിലാണ്. 1907 ജംഷഡ്പൂരിലാണ് സ്ഥാപിതമായത് അല്ലേ. ഓക്കെ, അപ്പൊ വെള്ളച്ചാട്ട നഗരം ഏതെന്ന് കേട്ടാൽ റാഞ്ചിയാണ് വെള്ളച്ചാട്ട നഗരം. ഈ റാഞ്ചി സ്ഥിതി ചെയ്യുന്ന ഏത് നദീ തീരത്താ? അതും സുബർണരേഖ. ഗുജറാത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ഗാന്ധിനഗർ സ്ഥിതി ചെയ്യുന്നത് സബർമതി തീരത്താണ്. ഗുജറാത്ത് ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന അഹമ്മദാബാദ് സബർമതി തീരത്താണ്. സൂററ്റ് താപ്തി നദീ തീരത്താണ്. ഓക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നോ. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തടാ. കൊങ്കൺ റെയിൽപാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം ഏതാണ്? ഉത്തരം കമന്റ് ചെയ്തേ. ഇത് പല തവണ PSC റിപ്പീറ്റ് അടിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടും അല്ലാതെയൊക്കെ ചോദിക്കും. കൊങ്കൺ റെയിൽപാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം കർബുഡെ തുരങ്കമാണ്. കൊങ്കൺ റെയിൽപാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം കർബുഡെ തുരങ്കമാണ്. ഇത് പലതവണ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഈ കൊങ്കൺ റെയിൽപാത എന്ന് വെച്ചാൽ ഏത് മുതൽ ഏത് വരെയാണ് ബന്ധിപ്പിക്കുന്നത്? കൊങ്കൺ റെയിൽപാത റോഹ മുതൽ മംഗലാപുരം വരെ അല്ലേ, റോഹ മുതൽ മംഗലാപുരം വരെയാണ് കൊങ്കൺ റെയിൽപാത ബന്ധിപ്പിക്കുന്നത് കേട്ടോ. റോഹ മുതൽ മംഗലാപുരം വരെയാണ്. ഈ മംഗലാപുരത്തെ നമ്മളിപ്പോൾ പറയുന്നത് ന്യൂ മാംഗ്ലൂർ എന്നാണ് പറയുന്നത് അല്ലേ. മംഗലാപുരത്തെ നമ്മൾ ന്യൂ മാംഗ്ലൂർ എന്നാണ് പറയുന്നത്. അപ്പം റോഹ മുതൽ മംഗലാപുരം, ഈ റോഹ എവിടെയാണ് പിള്ളേരെ? റോഹ ഏത് സംസ്ഥാനത്തെ? റോഹ മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ മംഗലാപുരം വരെ ബന്ധിപ്പിക്കുന്ന റെയിൽപാതയാണ് കൊങ്കൺ റെയിൽപാത. എത്രയാണ് കൊങ്കൺ റെയിൽപാതയുടെ നീളം? 760 കിലോമീറ്റർ ആണ്. 760 ആണ് കൊങ്കൺ റെയിൽപാതയുടെ നീളം കേട്ടോ. 760 കിലോമീറ്റർ ആണ് കൊങ്കൺ റെയിൽപാതയുടെ നീളം. ഓക്കെ, റോഹ മുതൽ മംഗലാപുരം വരെയാണ് ബന്ധിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ കൊങ്കൺ എന്ന് പറയുന്നത്? കൊങ്കൺ എന്ന് പറയാൻ കാരണം എന്താണ് പിള്ളേരെ? ഈ കർണാടക അതുപോലെ തന്നെ നമ്മുടെ ഈ ഗോവ, മഹാരാഷ്ട്ര, ഈ പ്രദേശങ്ങളിലൊക്കെ പശ്ചിമഘട്ടത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? അതായത് പിള്ളേരെ, ഈ ഗോവ മഹാരാഷ്ട്ര അതുപോലെ തന്നെ കർണാടകയുടെ വടക്കൻ പ്രദേശങ്ങളിലൊക്കെ പശ്ചിമഘട്ടത്തെ അറിയപ്പെടുന്നത് കൊങ്കൺ മലനിരകൾ എന്നാണ്. ഈ കൊങ്കൺ മലനിരകളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഇതിനെ എന്തെന്നറിയപ്പെടുന്നത്? കൊങ്കൺ റെയിൽവേ എന്നറിയപ്പെടുന്നത്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഇപ്പം മലനിരകളിലൂടെ കടന്നു പോകുമ്പോൾ ധാരാളം തുരങ്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ കൊങ്കൺ റെയിൽപാതയിൽ ധാരാളം തുരങ്കങ്ങൾ കാണപ്പെടുന്നു. കൊങ്കൺ മലനിരകളിൽ അല്ലെങ്കിൽ കൊങ്കൺ റെയിൽപാതയിൽ ധാരാളം തുരങ്കങ്ങൾ കാണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ ഏറ്റവും വലിയ തുരങ്കമാണ് ഏതെന്ന് പറയുന്ന കുട്ടികളെ? കർബുഡെ തുരങ്കം. ഏതാണ്? കർബുഡെ തുരങ്കം. മനസ്സിലായല്ലോ? ഓക്കെ, തുരങ്കങ്ങൾ മാത്രമല്ല, ധാരാളം പാലങ്ങളും ഉണ്ട്. കാരണം നമുക്കറിയാം, ഈ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുറെ നദികളുണ്ടല്ലേ. പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുറെ നദികൾ ഉള്ളത് കൊണ്ട് തന്നെ ധാരാളം പാലങ്ങളും ധാരാളം തുരങ്കങ്ങളും കാണപ്പെടുന്ന റെയിൽപാതയാണ് ഏത് പറയുന്നത്? കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത്. റോഹ മുതൽ മംഗലാപുരം വരെ ബന്ധിപ്പിക്കുന്നു. 760 കിലോമീറ്റർ ആണ് ദൈർഘ്യം. ഓക്കെ അല്ലടാ? പറ ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അവിടെ ചോദ്യം ചെയ്തേ. മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു.
കോറിയോലിസ് ബലം നിമിത്തം ധ്രുവീയവാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിശയിൽ നിന്നാണ് വീശുന്നത്? ഉത്തരം കമന്റ് ചെയ്തേ. എങ്ങനെയാണ് എല്ലാവർക്കും സി കിട്ടിയത്? എ ആണ് ആൻസർ. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. രണ്ടും SCRT ഉള്ളത് തന്നെയാണ്. രണ്ടും ഈ കോറിയോളിസ് പ്രഭാവം ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. അതിൽ തന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത് മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. മനസ്സിലായില്ലേ? കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. കോറിയോലിസ് ബലം നിമിത്തം ധ്രുവീയവാദങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത്. ധ്രുവീയവാദങ്ങൾ എന്താ പിള്ളേരെ? ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് ഉപധ്രുവീയ പ്രദേശങ്ങളിലേക്ക്, അല്ലെ, ധ്രുവീയ പ്രദേശങ്ങളിൽ നിന്ന് ഉപധ്രുവീയ പ്രദേശങ്ങളിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്? ധ്രുവീയവാദങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആ കാറ്റുകളുടെ കോറിയോലിസ് ബലം നിമിത്തം ആ കാറ്റുകൾ കിഴക്ക് ദിശയിൽ നിന്നാണ് വീശുന്നത്, അല്ലേ? കിഴക്ക് ദിശയിൽ നിന്നാണ് വീശുന്നത്. ഓക്കെ, രണ്ട് പ്രസ്താവനകളും എന്താണ്? ശരിയാണ്, അല്ലെ? രണ്ട് പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ, എന്താണ് കോറിയോലിസ് ബലം എന്നൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ? എന്താ കോറിയോലിസ് ബലം എന്നൊക്കെ അറിയത്തില്ലേ നിങ്ങൾക്ക്? കോറിയോലിസ് ബലം എന്താണെന്ന് അറിയാമല്ലോ. എന്നുവെച്ചാൽ വേറെ ഒന്നുമില്ല. എന്താണ്? ഈ ഭൂമിയുടെ ഭ്രമണം കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? ഉത്തരാർദ്ധഗോളത്തില് കാറ്റിന്റെ ദിശ അല്ലെങ്കിൽ സഞ്ചാര ദിശ എങ്ങോട്ടേക്ക്? ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ സഞ്ചാര ദിശ ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അതിന് കാരണമായ ബലമാണ് ഏതെന്ന് പറയുന്നത്? കോറിയോലിസ് ബലം എന്ന് പറയുന്നത്. അതിന് കാരണമായ ബലമാണ് കോറിയോലിസ് ബലം എന്ന് പറയുന്നത്, അല്ലേ? കോറിയോലിസ് ബലം. ഓക്കെ, എന്നുവെച്ചാൽ വേറെ ഒന്നുമില്ല പിള്ളേരെ. ഈ ഭൂമിയുടെ ഭ്രമണം കാരണം ഭൂമിയുടെ ഉപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന ഏതൊരു വസ്തുവിനും ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ ഇടത്തോട്ടും എന്ത് ചെയ്യും? ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ ഇടത്തോട്ടും ദിശാവ്യതിയാനം സംഭവിക്കുന്നു. കേട്ടോ, ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് ക്ലിയർ ഡൗട്ട് ഉണ്ടെങ്കിൽ ജോഗ്രഫി സെഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അത് പിക്ചർ വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേ. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എപ്പോഴും ഇത് വരുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നും തന്നേ ഉള്ളൂ. ബംഗാളി പത്രം ആരാ പിള്ളേരെ? ബംഗാളി എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? ബംഗാളി പത്രം സുരേന്ദ്രനാഥ ബാനർജിയാണ്, അല്ലേ? ബംഗാളി പത്രം സുരേന്ദ്രനാഥ ബാനർജിയാണ്. വന്ദേ മാതരം എന്ന പത്രം ലാലാ ലജ്പത് റായ് ആണ്, അല്ലേ? വന്ദേ മാതരം എന്ന പത്രം ലാലാ ലജ്പത് റായ് ആണ്. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷാണ്. ശിശിർ കുമാർ ഘോഷ് മാത്രമാണോ അമൃത ബസാർ പത്രിക? പിന്നെ ആരുണ്ട്? ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ നെഹ്റു ആണോ? ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ചേർന്നിട്ടാണ് അമൃത ബസാർ പത്രിക സ്ഥാപിച്ചത്. ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും ചേർന്നിട്ടാണ് അമൃത ബസാർ പത്രിക സ്ഥാപിച്ചത്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരുടേതാണ്? വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ദാദാഭായ് നവറോജിയുടേതാണ്, അല്ലേ? വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരുടേതാണ് കുട്ടികളെ? ദാദാഭായ് നവറോജിയുടേതാണ്. ദാദാഭായ് നവറോജിയുടെ പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ. ദാദാഭായ് നവറോജിയുടെ പത്രമാണ്, കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോഴേ ഏത് ആൻസർ വരൂടാ? A2B3 ആൻസർ ഓപ്ഷൻ എ വരില്ല. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, ശരി. ഇനി ഇതിലെ ഈ അമൃത ബസാർ പത്രികയുടെ പ്രത്യേകത എന്താണെന്നറിയാം? അമൃത ബസാർ പത്രികയുടെ പ്രത്യേകത ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ പത്രമാണ് ഏത്? അമൃത ബസാർ പത്രിക. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ പത്രമാണ് ഏത്? അമൃത ബസാർ പത്രിക. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള ദിനപത്രം ഏതാണ്?
ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള ദിനപത്രമാണ് മലയാള മനോരമ. മലയാള മനോരമ, മലയാള മനോരമയാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള ദിനപത്രമാണ് ഏത്? മലയാള മനോരമ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള ദിനപത്രമാണ് മലയാള മനോരമ. മലയാള മനോരമ. ഈ മലയാള മനോരമ ഈ ചോദ്യം മാത്രമല്ല, രണ്ട് തവണ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള പത്രം എന്ന് ചോദിച്ചാലും, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ 2 തവണ പ്രത്യക്ഷപ്പെട്ട മലയാള പത്രം എന്ന് ചോദിച്ചാലും നിങ്ങൾ ഏതാ പറയേണ്ടത് പിള്ളേരെ? മലയാള മനോരമയാണ് പറയേണ്ടത്. മലയാള മനോരമയാണ് പറയേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ക്ലിയർ ആണ്. ശരിയാണല്ലോ. ശരി. ഈ മലയാള മനോരമ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാ? മലയാള മനോരമ പ്രവർത്തനം ആരംഭിച്ച വർഷം ഏതാ? ആർക്ക് പറയാം? 1888 അല്ലേ? 1888 മലയാള മനോരമ പ്രവർത്തനം ആരംഭിച്ചത്. എവിടെ നിന്നാണ് പ്രവർത്തനം ആരംഭിച്ചത്? മലയാള മനോരമ? എവിടെയാണ് മലയാള മനോരമയുടെ ആസ്ഥാനം? മലയാള മനോരമയുടെ ആസ്ഥാനം കോട്ടയമാണ്. ഇത് കോട്ടയമാണ്. മലയാള മനോരമയുടെ ആസ്ഥാനം കോട്ടയമാണ് കേട്ടോ, കോട്ടയമാണ്. മലയാള മനോരമയ്ക്ക് പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് മലയാള മനോരമ. കേരളത്തിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് മലയാള മനോരമ. എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് കേട്ട് കഴിഞ്ഞാൽ, ഒന്നിലധികം വ്യക്തികളുടെ ഷെയറിൽ അല്ലെങ്കിൽ ഉടമസ്ഥതയിൽ ആരംഭിക്കുന്ന കമ്പനികളെയാണ് എന്ത് പറയുന്ന കുട്ടികളെ? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ മലയാള മനോരമയാണ് മലയാളത്തിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. മനസ്സിലായി? മലയാള മനോരമയുടെ കേരളത്തിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. മലയാള മനോരമയുടെ സ്ഥാപകൻ ആരാണ്? മലയാള മനോരമയുടെ സ്ഥാപകനാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് മലയാള മനോരമയുടെ സ്ഥാപകൻ. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് കേട്ടോ. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. ഓക്കെ. ഈ 888 തൊട്ട് മുമ്പ്, അതായത് 1887 കോട്ടയത്ത് നിന്ന് വേറൊരു പത്രം ആരംഭിച്ചിട്ടുണ്ട്. 1887 കോട്ടയത്ത് നിന്ന് ആരംഭിച്ച പത്രമാണ് ഏത്? ദീപിക അല്ലെങ്കിൽ നസ്രാണി ദീപിക. 888 മലയാള മനോരമയും 887 നസ്രാണി ദീപികയും ആരംഭിച്ചു. ഈ നസ്രാണി ദീപിക ആരംഭിച്ച വ്യക്തി ആരാണ്? കുട്ടികൾ? നസ്രാണി ദീപിക ആരംഭിച്ച വ്യക്തിയാണ് നിതീരിക്കൽ മാണിക്കത്തനാറാണ് നസ്രാണി ദീപിക എന്ന പത്രം ആരംഭിച്ചത്. നിതീരിക്കൽ മാണിക്കത്തനാറാണ് നസ്രാണി ദീപിക. അപ്പൊ 887 കോട്ടയം ദീപിക, നിതീരിക്കൽ മാണിക്കത്തനാർ. 888 കോട്ടയം മലയാള മനോരമ, കണ്ടത്തിൽ വർഗീസ് മാപ്പിള. കേരളത്തിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് മലയാള മനോരമ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യ മലയാള ദിനപത്രം അത് മലയാള മനോരമയാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന 2 തവണ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മലയാള ദിനപത്രവും ഏതാണ് പിള്ളേരെ? മലയാള മനോരമയാണ്. ഓക്കെ അല്ലേ? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാ? ശ്രീനാരായണ ഗുരുവാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത ആരാ? കുട്ടികളെ? അൽഫോൺസാമ്മയാണ്. വിശുദ്ധ അൽഫോൺസാമ്മ. എന്നാൽ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ 2 തവണ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തി ആരാ? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ 2 തവണ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ 2 തവണ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ആര് കുട്ടികളെ? വി കെ കൃഷ്ണമേനോൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ 2 തവണ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വി കെ കൃഷ്ണമേനോനാണ്. 2 തവണ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വനിത ആരാ? മലയാളി വനിത. 2 തവണ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി വനിത ആയിരുന്നു കേട്ടോ, അൽഫോൺസാമ്മയാണ്. 2 തവണ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി വനിത അൽഫോൺസാമ്മയാണ്. ഓക്കെ. ഇപ്പം അതൊന്നും ചോദിക്കാറില്ല, മുമ്പ് ചോദിക്കുമായിരുന്നു. അപ്പൊ ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു, ആദ്യത്തെ മലയാളി വനിത ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അൽഫോൺസാമ്മ. 2 തവണ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് വി കെ കൃഷ്ണമേനോൻ. 2 തവണ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത എന്ന് കേട്ടാൽ അതും അൽഫോൺസാമ്മ. ഓക്കെ അല്ലേ? 2 രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പുകളിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാ? 2 രാജ്യത്തിന്റെ
അത് ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു അല്ലേ? ശ്രീനാരായണ ഗുരു. 2 രാജ്യത്തിന്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ഏതൊക്കെ രാജ്യം? ഒന്ന് ഇന്ത്യയും മറ്റേതേതാ? മറ്റേ ശ്രീലങ്ക അല്ലേ? ഇന്ത്യയും ശ്രീലങ്കയും. ഓക്കെ. ഇവിടെ മമ്മൂട്ടിയുടെ ഒരു ചോദ്യം ഉണ്ടായത്. മമ്മൂട്ടി സ്റ്റാമ്പിലല്ലല്ലോ, അങ്ങനെ എന്തോ സംഭവം ഉണ്ടല്ലോ. മറ്റേ ആസ്ട്രേലിയൻ പാർലമെന്റ് എന്താണ്? നാണയമാണ്. നാണയം ഇറക്കാൻ അങ്ങേരാര് സ്റ്റാമ്പല്ലേ? അങ്ങനെ എന്തോ സംഭവമല്ലേ? ഓസ്ട്രേലിയൻ പാർലമെന്റിന്റെ സ്റ്റാമ്പാ? നാണയമായിരുന്നാ? അയ്യോ, നാണയമായിരുന്നാ? സോറി മമ്മൂക്ക. നാണയമാണ്. ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പുറത്തിറക്കിയ നാണയമാണ്. എന്തായാലും ഓസ്ട്രേലിയൻ ആൻസർ പെട്ടെന്ന് ഓർമ്മ വന്നാൽ പറഞ്ഞതാണ്. UK അല്ലല്ലോ, ഓസ്ട്രേലിയ അല്ലടാ. ഓസ്ട്രേലിയ അല്ലേ? നോക്കട്ടെ, തപ്പട്ടെ, ഗൂഗിളേ വാ. മമ്മൂട്ടി എന്ന് എഴുതുമ്പോൾ എത്ര M ഉണ്ട്, എത്ര O ഉണ്ടെന്നറിയോ? എടാ, യു കെ പാർലമെന്റ് അത് ചിരഞ്ജീവി. UK പാർലമെന്റിന്റെ ആദരിച്ചതല്ലേ, സമഗ്ര സംഭാവനയ്ക്കുള്ള ആദരവ്. UK പാർലമെന്റ് അത് ചിരഞ്ജീവിയാണ്. കേട്ടോ, അത് ചിരഞ്ജീവിയാണ് കേട്ടാ. മമ്മൂട്ടി ഓസ്ട്രേലിയ സ്റ്റാമ്പല്ലേടേ? സ്റ്റാമ്പാണ്. 1000 സ്റ്റാമ്പാണ്. അത് നാണയമല്ല. 1000 സ്റ്റാമ്പാണ് കേട്ടോ. 1000 അല്ല, 10,000 സ്റ്റാമ്പാണ്. മമ്മൂട്ടിയുടെ പടമുള്ള 10,000 സ്റ്റാമ്പ്. അത് ഓസ്ട്രേലിയൻ പാർലമെന്റ്. ഓക്കെ. അത് PSC ചോദിച്ചു കേട്ടോ. PSC ചോദിച്ചായിരുന്നു. അത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ഓക്കെ. കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ട് 2023 ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇപ്പം നിങ്ങൾക്കൊന്ന് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. നമ്മുടെ യു കെ പാർലമെന്റ് അംഗങ്ങൾ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകിയ ദക്ഷിണേന്ത്യൻ നടൻ അത് ചിരഞ്ജീവിയാണ്. ചിരഞ്ജീവി. ഓക്കെ അല്ലേ? ചോദിക്കും. അപ്പോൾ ഇത്ര മനസ്സിലായില്ല. ഈ ലാലാ ലജ്പത് റായിയുടെ വന്ദേ മാതരം എന്ന് പറയുന്ന പത്രത്തിൽ നിന്നൊരു ചോദ്യം വരാറുണ്ട്. ഏത് ഭാഷയിലാണ്? ഈ പറയുന്ന ലാലാ ലജ്പത് റായിയുടെ വന്ദേ മാതരം എന്ന പത്രം ഉറുദു ഭാഷയിലാണ്. ഏത് ഭാഷയിലാണ് പിള്ളേരെ? ഉറുദു ഭാഷയിലാണ്. ലാലാ ലജ്പത് റായിയുടെ വന്ദേ മാതരം എന്ന് പറയുന്ന പത്രം ഉറുദു ഭാഷയിലും, എന്നാൽ ബിപിൻ ചന്ദ്രപാൽ ആരംഭിച്ച പത്രം ഏതാ? അത് ഇംഗ്ലീഷ് ഭാഷയിലുമാണ്. ഓക്കെ. ബിപിൻ ചന്ദ്രപാൽ ആരംഭിച്ച പത്രം ഇംഗ്ലീഷ് ഭാഷയിലും, ലാലാ ലജ്പത് റായ് ആരംഭിച്ച പത്രം ഉറുദു ഭാഷയിലുമാണ്. ഓക്കെ അല്ലേ? ഒരു ലേഡി ഇല്ല, ആ ലേഡിയാണ് മാഡം ഫിക്കാജി ഗാമയും എന്ത് ചെയ്തിട്ടുണ്ട്? വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചിട്ടുണ്ട്. എവിടെ നിന്ന് ആരംഭിച്ചത് വന്ദേ മാതരം എന്ന പത്രം? പാരീസിൽ നിന്ന് വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച വ്യക്തിയാണ് മാഡം ഫിക്കാജി ഗാമ. പാരീസിൽ നിന്ന് വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച വ്യക്തിയാണ് ആര് കുട്ടികളെ? മാഡം ഫിക്കാജി ഗാമ. അവിടെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാഡം ഫിക്കാജി ഗാമയാണ് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. മാഡം ഫിക്കാജി ഗാമയാണ്. ഇന്ത്യയുടെ പതാക എവിടെ? ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായി ഉയർത്തിയതും ആരാണ് പിള്ളേരെ? മാഡം ഫിക്കാജി ഗാമയാണ്. ഇന്ത്യയുടെ ദേശീയ പതാക ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായി ഉയർത്തിയത് മാഡം ഫിക്കാജി ഗാമയാണ്. വർഷം അറിയാന്നുള്ളത് പറഞ്ഞു. ഏത് വർഷം? ഇന്ത്യക്ക് വെളിയിൽ ഇന്ത്യൻ പതാക മാഡം ഫിക്കാജി ഗാമ ആദ്യമായി ഉയർത്തിയ വർഷം 1907. എവിടെയാ ഉയർത്തിയേ? 1907 എവിടെയാ ഉയർത്തിയ പിള്ളേരെ? ജർമ്മനിയിലല്ലേ? ജർമ്മനിയിലാ ഉയർത്തിയ. ജർമ്മനിയിൽ എവിടെയാ? ജർമ്മനിയിലെ സ്റ്റഡ്ഗഡ് എന്ന സ്ഥലത്താണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ത്യൻ പതാക ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായി ഉയർത്തിയ വ്യക്തിയാണ് മാഡം ഫിക്കാജി ഗാമ. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നു. അത് മാത്രമല്ല, ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവെന്നും
ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നതും ആരാണ്? മാഡം ഫിക്കാച്ചി കാമ. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവെന്നും ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത് മാഡം ഫിക്കാച്ചി കാമയാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗഡിൽ വെച്ച് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തി, അതായത് ഇന്ത്യക്ക് വെളിയിൽ ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയ വ്യക്തിയാണ് മാഡം ഫിക്കാച്ചി കാമ. ഇവരും പാരീസിൽ നിന്ന് വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? വന്ദേ മാതരത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാ? വന്ദേ മാതരത്തെ, ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തി ആരാ? ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് അരബിന്ദോ ഘോഷാണ്. അരബിന്ദോ ഘോഷാണ് കേട്ടോ, അരബിന്ദോ ഘോഷാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ടുള്ള ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് അരബിന്ദ ഘോഷാണ്. അരബിന്ദ ഘോഷാണ്. വന്ദേ മാതരത്തെ തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് ആരാ? വന്ദേ മാതരത്തെ തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് ആരാ? വന്ദേ മാതരത്തെ തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതി വന്ദേ മാതരത്തെ തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേ മാതരത്തെ തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതി കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. വന്ദേ മാതരത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് അരവിന്ദോ ഘോഷും വന്ദേ മാതരത്തെ തമിഴിലേക്ക് തർജ്ജമ ചെയ്തത് ആരാ കുട്ടികളെ? സുബ്രഹ്മണ്യ ഭാരതിയുമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഒന്നുകൂടെ പറയണോ? ഏതെങ്കിലും ഒന്നുകൂടെ പറയണോടാ? ഏതെങ്കിലും ഒന്നുകൂടെ പറയണോ? വേണ്ടല്ലോ, സെറ്റല്ലേ? ഓക്കെ 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 ഓക്കെ, പെട്ടെന്ന് പഠിച്ചു പോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക എന്നാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം ശരിയാണോ? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം ശരിയാണോ? ശരിയാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം. പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ശരിയാണോ? പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ശരിയാണോ? ശരിയാണ്. ഓക്കെ. ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവം ശരിയാണോ? ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവം ശരിയാണ്. ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവം ശരിയാണ്. എന്ന് ഞാൻ ചോദിക്കട്ടെ, ലോങ് പാർലമെന്റ് പറ. ലോങ് പാർലമെന്റ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ലോങ് പാർലമെന്റ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ലോങ് പാർലമെന്റ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ലോങ് പാർലമെന്റ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. എന്നാൽ ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവം. പെറ്റർലൂ കൂട്ടക്കൊല റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണോ? അല്ല. പെറ്റർലൂ കൂട്ടക്കൊല ഏതുമായി ബന്ധപ്പെട്ടതാണ് പിള്ളേരെ? പെറ്റർലൂ കൂട്ടക്കൊല ആർക്ക് പറയാം? എന്തുമായി ബന്ധപ്പെട്ടതാണ്? പിള്ളേരെ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ വ്യാവസായിക വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? വ്യാവസായിക വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് പെറ്റർലൂ കൂട്ടക്കൊല വ്യാവസായിക വിപ്ലവവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഏത് കുട്ടികളെ? പെറ്റർലൂ കൂട്ടക്കൊല. ഓക്കെ അല്ലേ? ഓക്കെ, ശരി. അപ്പം നമുക്ക് ഫസ്റ്റ് അവർ ഒരു ബ്രേക്കിനുള്ള സമയമായിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് അവറിൽ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് കേട്ട് കഴിഞ്ഞാൽ എക്കണോമിക്സിൻ്റെ റിവിഷനാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ പോണ ടീമുകളെല്ലാം 10 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചിട്ട് വരണം കേട്ടോ. ആ വഴിക്ക് അങ്ങ് പോകരുത്. ഈ ഗ്യാപ്പിൽ മുങ്ങണം. ഇപ്പം നിങ്ങൾ നോക്കി, ഈ ഗ്യാപ്പിൽ മുങ്ങാൻ വേണ്ടി ഇങ്ങനെ കുറേ എണ്ണമുണ്ട്. ഇപ്പം ഞാൻ 117, 121 പേര് ഇപ്പം ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പക്ഷെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ നോക്കും ഇത്രയും കാണത്തില്ല. ഞാൻ പോവില്ല, ഇറക്കി വിട്ടാലും പോവില്ലേ? എടാ, ഈ പെറ്റർലൂ മസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1819 തോന്നുന്നു. 19 നടന്നിട്ടുള്ള ഒരു മറ്റേ വ്യാവസായിക വിപ്ലവം ഉണ്ടല്ലോ. വ്യാവസായിക വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റേ സമരത്തിൽ ഒരു നടന്ന കൂട്ടക്കൊലയാണ്. അതായത് ഓർമ്മ ചെയ്യുകയാണെങ്കിൽ 18 പേര് കൊല്ലപ്പെട്ടു. 18 പേര് കൊല്ലപ്പെട്ട ഏകദേശം 500ഓളം പേര് അവർക്ക് പരിക്ക് സംഭവിച്ച സംഭവമാണ് ഈ പെറ്റർലൂ കൂട്ടക്കൊല എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? 1819 അപ്പോൾ 1819 ഡേറ്റ് ആർക്കെങ്കിലും അറിയോടെ? 1819 പെറ്റർലൂ കൂട്ടക്കൊല ഓഗസ്റ്റ് 16. 1819 ഓഗസ്റ്റ് 16 വ്യാവസായിക വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഈ തൊഴിലാളികളുടെ അവകാശ സമരവുമായി ബന്ധപ്പെട്ടിട്ട്
നടന്ന കൂട്ടക്കൊലയാണ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, പെട്ടെന്ന് ഓർമ്മ ഉള്ളത് പറഞ്ഞുതരാം കേട്ടോ. 1919 പെട്ടെന്ന് കൂട്ടക്കൊല കേട്ടോ. അതുപോലെ ലോങ് പാർലമെന്റ് എന്തുമായി ബന്ധപ്പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഏത് കുട്ടിയുടെ ലോങ് പാർലമെന്റ് എന്ന് പറയുന്നത് മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഈ ലോങ് പാർലമെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് 1640 മുതൽ 1660 വരെ നീണ്ടു നിന്ന 1640 മുതൽ 1660 വരെ നീണ്ടു നിന്ന ബ്രിട്ടീഷ് പാർലമെന്റിനെയാണ് ലോങ് പാർലമെന്റ് എന്ന് പറയുന്നത്. 20 വർഷം നീണ്ടു നിന്നു. മനസ്സിലായ? 1640 മുതൽ 1660 വരെ നടന്ന 1660 വരെ 20 വർഷം നീണ്ടു നിന്ന ആ ഒരു സംഭവമാണ് ലോങ് പാർലമെന്റ്. ആ നീണ്ടുന്ന പാർലമെന്റിനെയാണ് ലോങ് പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പെട്രോളിയോ കൂട്ടക്കൊല ഇംഗ്ലണ്ടിലെ വ്യാവസായിക വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഇംഗ്ലണ്ടിലെ വ്യാവസായിക വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, ഈ പാർലമെന്റുകളുടെ മാതാവ് ഏതാ? പാർലമെന്റുകളുടെ മാതാവ് ഏതാ പിള്ളേരെ? ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് അല്ലേ? പാർലമെന്റുകളുടെ മാതാവ് ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്.